നമസ്കാരം. പ്രവാസികളെ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് എവർക്കും സ്വാഗതം. ഒരു വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിൽ ചേർത്തിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനെ പറ്റിയുള്ള ചിലവ് കുറയുന്ന കാര്യമാണ് ഇപ്പോൾ ജർമ്മൻ ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്നത്. ഇന്നലെ കൂടിയ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം ഉണ്ടായത്. 2027 മുതലാണ് ഇത് പ്രാബല്യത്തിലാകുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ എവിടെയാണെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് ഒരാൾ നേടുക എന്നത് ഒരു വലിയ കടമ്പയാണെങ്കിലും അതിന്റെ ചെലവ് ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. പ്രത്യേകിച്ച് യൂറോപ്പിൽ അല്ലെങ്കിൽ ജർമ്മനിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് ഇപ്പോൾ ഒരു വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യമായി രാജ്യത്തുടനീളം ചർച്ചയിലൂടെ അതിന് പുതിയ പ്രായോഗികമായ ഒരു കാര്യമാണ് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് പ്രയോജനമാകട്ടെ എന്ന് തന്നെ ഞങ്ങൾ ആശംസിക്കുന്നു. പ്രത്യേകിച്ച് പുതിയതായി ജർമ്മനിയിൽ എത്തിയവരും ഇനി എത്താനിരിക്കുന്നവരും ഡ്രൈവിംഗിന് താല്പര്യം ഇല്ലാത്തവരായ ആരുമില്ല എങ്കിലും കൂടുതൽ പേരെ ഇതിലേക്ക് ആകർഷിക്കാനുള്ള ഒരു കാര്യമായി ഞങ്ങൾ കരുതുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ ജർമ്മനിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ചിലവ് കുറയുകയാണ്. ഓൺലൈൻ തിയറി പഠനവും കുറഞ്ഞ പ്രായോഗിക ക്ലാസുകളുമായി പുതിയ പരിഷ്കാരത്തിന് ജർമ്മൻ ക്യാബിനറ്റിന്റെ അംഗീകാരവും ലഭിച്ചു. ജർമ്മനിയിൽ നിലവിലെ വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് പ്രക്രിയ, അതായത് ഫ്യൂറർഷൈൻ പ്രക്രിയ കൂടുതൽ എളുപ്പമാക്കാനും ചിലവ് ഗണ്യമായി കുറയ്ക്കാനുമുള്ള ചരിത്രപരമായ നിയമ പരിഷ്കാരത്തിനാണ് ജർമ്മൻ ഫെഡറൽ ക്യാബിനറ്റ് ബുധനാഴ്ച അംഗീകാരം നൽകിയത്. നിലവിൽ ശരാശരി 3400 യൂറോയോളം, ചിലപ്പോൾ അതിൽ അധികവുമാകാം. ഈ നാട്ടിലെ കണക്ക് പ്രകാരം ആണെങ്കിൽ ഏതാണ്ട് 3.5 ലക്ഷം രൂപ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ചിലവ് വരുന്ന ജർമ്മൻ ലൈസൻസ് എടുക്കുന്ന പ്രക്രിയ പുതിയ പരിഷ്കാരം വരുന്നതോടെ പകുതിയോളം ചിലവിൽ കുറവുണ്ടാകുമെന്നാണ് സർക്കാരിന്റെ തന്നെ വിലയിരുത്തൽ. ഒരു സ്റ്റാൻഡേർഡ് കാർ ഡ്രൈവിംഗ് ലൈസൻസിലുള്ള ക്ലാസ് ബി ഏറ്റവും കുറഞ്ഞ പ്രായം 18 വയസ്സ്, അല്ലെങ്കിൽ സൂപ്പർവൈസ്ഡ് ഡ്രൈവിംഗ് 17 വയസ്സാണ് ജർമ്മനിയിൽ അംഗീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോഡ് സുരക്ഷയിൽ ഒട്ടും വീഴ്ച ചെയ്യാതെ ചുവപ്പ് നാടകളും അനാവശ്യ നിയമങ്ങളും ഒഴിവാക്കി പുതിയ പ്രക്രിയ ഡിജിറ്റലൈസ് ചെയ്യാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇത് കരട് നിയമമായി ഇനി ജർമ്മൻ പാർലമെന്റിന്റെ ബുണ്ടസ്റ്റാഗും ബുണ്ടസ്റാറ്റും, അതായത് ഇരു സഭകളും കൂടി പാസ്സാക്കുന്നതോടെ 2027 ജനുവരി മുതൽ ഇത് രാജ്യത്ത് പ്രാബല്യത്തിൽ വരും. അതുകൊണ്ട് തന്നെ ഇനിയും ഇപ്പോൾ മെയ് മാസമാണ്, 6 മാസം കൂടി കാത്തിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ അല്ലെങ്കിൽ ഇതിൽ താല്പര്യമുള്ളവരുടെയൊക്കെ ഒരു സ്വപ്നം പൂവണിയാൻ പോവുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. ഇനി സുപ്രധാന പരിഷ്കാരത്തിലെ ഏറ്റവും പ്രധാന മാറ്റങ്ങളൊക്കെയാണ് ഇനി പറയുന്നത്. അതായത് ഒന്നാമത് പറയുന്നത് ഓൺലൈൻ തിയറി ക്ലാസുകളും കുറഞ്ഞ ചോദ്യങ്ങളുമാണ്. പഠനം ഇനി ആപ്പുകൾ വഴി പുതിയ നിയമപ്രകാരം തിയറി ക്ലാസുകൾ പൂർണ്ണമായും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്കും മൊബൈൽ ആപ്പുകളിലേക്കും മാറ്റാം എന്നതാണ്. ഇതോടെ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് അവരുടെ ഫിസിക്കൽ ക്ലാസ് റൂമുകൾ അടച്ചുപൂട്ടാനും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറാനും സാധിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. ഇനിയും സ്കൂളിന്റെ അനുമതിയില്ലാതെ പരീക്ഷ, അതായത് നിലവിൽ തിയറി പരീക്ഷ എഴുതാൻ ഡ്രൈവിംഗ് സ്കൂളിന്റെ സർട്ടിഫിക്കറ്റ്, ജർമ്മൻ ഭാഷയിൽ പറഞ്ഞാൽ പ്രൂഫും റൈഫെ ഫെസ്റ്റെല്ലും വേണമായിരുന്നു. പുതിയ നിയമത്തിൽ ഈ നിബന്ധന ഒഴിവാക്കി. ഓൺലൈൻ വഴി സ്വയം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരിട്ട് തന്നെ ഔദ്യോഗികമായി ടുഫ് അല്ലെങ്കിൽ ഡേക്ര തിയറി പരീക്ഷ ബുക്ക് ചെയ്ത് എഴുതാൻ സാധിക്കുമെന്നതാണ് വലിയൊരു വസ്തുത. ഇനിയും ചോദ്യങ്ങളുടെ എണ്ണം കുറയുമെന്ന് തന്നെ സർക്കാർ പറയുന്നുണ്ട്. നിലവിൽ തിയറി പരീക്ഷയ്ക്കായി പഠിക്കേണ്ടത് 1100-ലധികം ചോദ്യങ്ങളുടെ കാറ്റലോഗാണ്. ഇത് 3-1 ചുരുക്കി 840 ചോദ്യങ്ങളായി മാറ്റും. ഇത് പഠനഭാരം ഗണ്യമായി കുറയ്ക്കും എന്ന് തന്നെയാണ് സർക്കാർ കരുതുന്നത്. ഈ ചോദ്യങ്ങൾ കുറയുന്നത് കൊണ്ട് സുരക്ഷാ സംവിധാനത്തിൽ വീഴ്ചകൾ ഉണ്ടാകാതെയുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് 840 ആണെങ്കിലും അത് നന്നായി പഠിച്ച് ആൻസർ ചെയ്താൽ മാത്രമേ തിയറി പരീക്ഷ പാസ്സാകാൻ പറ്റുകയുള്ളൂ. 3 പ്രാവശ്യം പറ്റുകയുള്ളൂ. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. കാരണം 3ാമത്തെ തവണയും തോറ്റു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. പിന്നെ ഒരു ഡുൾഡും പരീക്ഷ പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴും ചിലപ്പോൾ അത് കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിലേക്കൊന്നും പോകാതെ 840 ചോദ്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജർമ്മനിയിലെ ഡ്രൈവിംഗ് വളരെ ലളിതമാക്കി കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പൂർണ്ണമായി മേൽനോട്ടമില്ലാത്ത ആപ്പ് പഠനം നിലവാരം കുറയ്ക്കുമെന്നും അതിനാൽ കർശനമായ ഇന്ററാക്റ്റീവ് വീഡിയോ ക്ലാസുകൾ വേണമെന്നും ആവശ്യപ്പെട്ട് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാരുടെ അസോസിയേഷനുകളും റോഡ് സുരക്ഷാ കൗൺസിലും ഈ തീരുമാനത്തിനെതിരെ പാർലമെന്റിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഇതിന് അല്പം മാറ്റം വരാം എന്നും പറയുന്നുണ്ട്. എന്നിരുന്നാലും സംഭവം അധികം പ്രശ്നം ഉണ്ടാക്കുകയില്ല എന്നാണ് ഞങ്ങൾക്കും വിശ്വാസം. ഇനി അടുത്തത് നിർബന്ധിത ഡ്രൈവിംഗ് മണിക്കൂറുകളിലുള്ള കുറവാണ്. നിലവിലെ നിയമപ്രകാരം ഔട്ടോബാൻ, അതായത് മോട്ടോർവേ, രാത്രികാല ഡ്രൈവിംഗ് എന്നിവ
എന്നിവ ഉൾപ്പെടെയുള്ള 12 നിർബന്ധിത പ്രത്യേക ഡ്രൈവിംഗ് സെഷനുകൾ, അതായത് സോണ്ടർഫാർട്ടൻ, വിദ്യാർത്ഥികൾ പൂർത്തിയാക്കണമെന്നായിരുന്നു. എന്നാൽ ഇത് ലൈസൻസ് ചിലവ് കൂട്ടുന്ന ഒരു പ്രധാന ഘടകമായിരുന്നതുകൊണ്ട് പുതിയ നിർദ്ദേശപ്രകാരം ഓരോ വിഭാഗത്തിലും ചുരുങ്ങിയത് ഒരു സെഷൻ വീതം ചെയ്താൽ മതിയാകും. ബാക്കി എത്ര മണിക്കൂർ ക്ലാസ് വേണമെന്നത് വിദ്യാർത്ഥിയുടെ ഡ്രൈവിംഗ് മികവ് അനുസരിച്ച് തീരുമാനിക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുമെന്നാണ് പറയുന്നത്. ഇതൊന്നുകൂടി പറഞ്ഞാല് ഇപ്പൊ നമ്മള് 12 ക്ലാസ് അറ്റൻഡ് ചെയ്തു, 13ാമത്തെ ക്ലാസ്സിൽ വേണമെങ്കിൽ പോകാം, അത് നമ്മുടെ സ്വയം തീരുമാനമാണ്. അത് കഴിഞ്ഞ് നേരെ ടെസ്റ്റിലേക്ക് പോയി, ടെസ്റ്റിൽ നമ്മൾ തോറ്റുപോയി, അതായത് പ്രാക്ടിക്കൽ ടെസ്റ്റിൽ തോറ്റുപോയി. അത് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം തന്നെ തോൽക്കുക എന്നതൊരു വലിയ ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതൊരു പ്രശ്നമല്ല. നമ്മുടെ തോൽവി എന്തുകൊണ്ടുണ്ടായി, അതായത് എവിടെയാണ് നമുക്ക് വീഴ്ച വന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അതും കൂടെ ഒന്ന് പഠിച്ച് ഹൃദിസ്ഥമാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ എളുപ്പം നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗിൽ പൂർണ്ണമായ വിവരവും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കി വാഹനവുമായി റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ഇനി അടുത്തത് കുടുംബാംഗങ്ങളോടൊപ്പം വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ്. ഏറ്റവും ആകർഷകമായ ഒരു നിർദ്ദേശമാണിത്. പണം നൽകിയുള്ള ഡ്രൈവിംഗ് ക്ലാസുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനായി എല്ലാവർക്കും തങ്ങളുടെ ബന്ധുക്കൾക്കൊപ്പം സ്വന്തം വാഹനത്തിൽ ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്യാൻ അനുമതി നൽകുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ തിയറി പരീക്ഷ പാസ്സാവുകയും ഡ്രൈവിംഗ് സ്കൂളിലെ നിശ്ചിത മണിക്കൂർ പ്രാക്ടിക്കൽ ക്ലാസ് പൂർത്തിയാക്കുകയും ചെയ്ത ശേഷം മാതാപിതാക്കൾക്കോ മറ്റ് പരിചയ സമ്പന്നരായ ഡ്രൈവർമാർക്കോ ഒപ്പം റോഡിലിറങ്ങി ഓടിച്ചു പഠിക്കാം എന്നാണ് ഇതുകൊണ്ട് വ്യക്തമാക്കുന്നത്. ഇതിനായി കൂടെ ഇരിക്കുന്ന ഡ്രൈവർക്ക് കൃത്യമായ പ്രായം, ഡ്രൈവിംഗ് പരിചയം, അതായത് ഫ്ലൻസ്ബുർഗിലെ കുറഞ്ഞ പെനാൽറ്റി, ഫ്ലൻസ്ബുർഗ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഫ്ലൻസ്ബുർഗിലാണ് ജർമ്മനിയിലെ മൊത്തം ഡ്രൈവിംഗ് രജിസ്റ്റർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് രജിസ്ട്രേഷൻ ഡോക്യുമെന്റ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫ്ലൻസ്ബുർഗ് എന്ന് പറയുന്നത്. കുറഞ്ഞ പെനാൽറ്റി പോയിന്റുകൾ എന്നിവ ഉണ്ടായിരിക്കണം. ഇതിന്റെ കൃത്യമായ യോഗ്യതാ മാനദണ്ഡങ്ങൾ അന്തിമ നിയമത്തിൽ വ്യക്തമാക്കുമെന്നും പറയുന്നുണ്ട്. ഈ സംവിധാനം ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രാവർത്തികമാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വരാനിരിക്കുന്ന ഈ നിയമത്തിൽ ചിലപ്പോൾ ഒരു ചെറിയ മൈന്യൂട്ട് നിയമം മാറും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാലും 98% ഇത് തന്നെയാവും ഫോളോ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞങ്ങളെ കേൾക്കുന്നവർ, ഞങ്ങളെ കാണുന്നവർ ഇനിയും പാർശ്വളയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ക്രമീകരിക്കാവുന്നതാണ്. ഇനി കുറഞ്ഞ സമയമുള്ള പരീക്ഷയും കൂടുതൽ സുതാര്യതയുമാണ്. പരീക്ഷാ സമയം കുറയും എന്നതാണ് ഒന്ന്. പരീക്ഷകൾക്കായി മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നത് ഒഴിവാക്കാൻ പ്രാക്ടിക്കൽ പരീക്ഷകളുടെ സമയം അല്പം കുറയ്ക്കും എന്നാണ് പറയുന്നത്. കൂടാതെ തിയറി പരീക്ഷകൾക്ക് മേൽനോട്ടം വഹിക്കാൻ കൂടുതൽ എക്സാമിനർമാരെ നിയമിക്കാനുള്ള നിയമങ്ങളും ലളിതമാക്കും എന്നും സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. പൊതുവിൽ വില വിവരങ്ങൾ പൊതു ഡാറ്റാബേസിൽ ഉണ്ടാകും. ചൂഷണം ഒഴിവാക്കാനായിട്ടാണ് എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളും തങ്ങളുടെ ഫീസും മുൻ വർഷങ്ങളിലെ പാസിംഗ് ശതമാനവും, അതായത് പാസ് റേറ്റ്, സർക്കാരിന്റെ കേന്ദ്ര ഡാറ്റാബേസിൽ, അതായത് മൊബിലിടെക്കിൽ പ്രസിദ്ധീകരിക്കുന്നത്. ഇതോടെ ആളുകൾക്ക് വിവിധ വെബ്സൈറ്റുകൾ വഴി ഏത് സ്കൂളിലാണ് ചിലവ് കുറവ് എന്ന കാര്യം എളുപ്പത്തിൽ താരതമ്യം ചെയ്യാമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. അതായത് കേന്ദ്ര ഡാറ്റാബേസ് ഉള്ളതുകൊണ്ട് അടുത്തുള്ള സ്കൂളാണോ അല്ലെങ്കിൽ അല്പം അകലെയുള്ള സ്കൂളെയാണോ നമുക്ക് സാമ്പത്തികമായി നേട്ടം ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഇനി മുൻകാല പദ്ധതികളിൽ നിന്ന് മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ആശയങ്ങളായി പലതും മാസങ്ങളായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രത്യേക പാഠങ്ങൾ വെട്ടിക്കുറയ്ക്കുക, രക്ഷിതാക്കൾ നയിക്കുന്ന ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഓൺലൈനിൽ തിയറി മാറ്റൽ, പരീക്ഷാ ചോദ്യങ്ങൾ കുറയ്ക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മാറുന്നത്. നിലവിൽ അല്ലെങ്കിൽ മിക്ക പ്രധാന ആശയങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഡ്രാഫ്റ്റ് ബില്ലിൽ ശ്രദ്ധിക്കേണ്ട ചില മാറ്റങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പ്രത്യേക പാഠങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു നിശ്ചിത കുറഞ്ഞ സംഖ്യയിലേക്ക് വ്യക്തമായി കുറയ്ക്കുന്നതിന് പകരം ഡ്രാഫ്റ്റ് ഇൻസ്ട്രക്ടർമാർക്ക് കൂടുതൽ വിവേചന അധികാരം നൽകുന്ന കാര്യമാണ്. അതായത് സമ്പാദ്യം വ്യത്യാസപ്പെടാം, കുടുംബമായി പരിശീലിക്കുക എന്നത് ഇപ്പോഴും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ട്രയൽ ചെയ്യാനും വ്യവസ്ഥകൾക്ക് വിധേയമാക്കാനും സാധ്യതയുണ്ട്. രാജ്യവ്യാപകമായി പൂർണ്ണമായി നടപ്പിലാക്കുന്നതിന് പകരം അതിന് സ്റ്റേറ്റ് ബേസ് ആയിട്ട് വ്യത്യാസം വരും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനിയും ടെസ്റ്റ് ദൈർഘ്യത്തെ പറ്റി പറയുമ്പോൾ കർശനമായി നിർബന്ധിതമാക്കിയ കുറഞ്ഞ ടെസ്റ്റ് സമയത്തെക്കുറിച്ചുള്ള മുൻ നിർദ്ദേശങ്ങൾ ഡ്രാഫ്റ്റിൽ വ്യക്തമായി നിർവഹിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിന്റെ കാര്യം പിന്നീട് പറയുമെന്നാണ് വ്യക്തമാക്കുന്നത്. ജർമ്മനിയിൽ പകുതിയോളം വിദ്യാർത്ഥികളും ആദ്യ തവണ തിയറി പരീക്ഷയിൽ പരാജയപ്പെടുന്ന ഈ സാഹചര്യത്തിൽ പുതിയ പരിഷ്കാരം വലിയൊരു ആശ്വാസമാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് ജർമ്മനിയിലെ മലയാളി വിദ്യാർത്ഥികൾക്കും പുതിയ കുടിയേറ്റക്കാർക്കും വാഹനവുമായി കൂടുതൽ അല്ലെങ്കിൽ ഡ്രൈവിംഗുമായി കൂടുതൽ താല്പര്യമുള്ളവർക്കും ഏതൊരു ആൾക്കും പുതിയൊരു വാഹനം അല്ലെങ്കിൽ സ്വന്തമായി ഒരു കാറ്, ഒന്നല്ലെങ്കിൽ ഒന്നിലധികം കാറുകൾ വാങ്ങണമെന്ന് താല്പര്യമുള്ളതുകൊണ്ട് സ്വയം ഡ്രൈവ് ചെയ്ത് പോകാൻ മാത്രമേ ഇവിടെ സാധ്യത ഉള്ളതുകൊണ്ട് മറ്റൊരു ഡ്രൈവറെ വെച്ച് നാട്ടിലെ പോലെ ഓടിക്കാൻ ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളത്
ഉള്ളതുകൊണ്ട് അതിലേക്കൊന്നും ആരും പോകുന്നില്ല. എങ്കിലും കമ്പനികളും ഒക്കെ ഉള്ളവര് പ്രത്യേക ഡ്രൈവർമാരെയൊക്കെ വെച്ച് പോകുന്നുണ്ട്. അത് മലയാളികളല്ല, മറ്റ് ആളുകളൊക്കെ തന്നെയാണ്. അത് കമ്പനി ഉടമകളും മറ്റാൾക്കാരും ഒക്കെ, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഒരു സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ മറ്റു ഡ്രൈവർമാരെ ആശ്രയിക്കേണ്ട, അവരൊക്കെ അവരുടെ ജോലിക്കായിട്ട് ആളുകളെ എടുക്കുന്ന സമ്പ്രദായം. അതിലേക്കൊന്നും ഇപ്പം പോകേണ്ട കാര്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് ഒരു വാഹനം മേടിക്കുക, സ്വന്തമായിട്ട് അതിനു മുമ്പ് സ്വന്തമായിട്ട് ഫ്യൂറൽ ഷൈൻ നേടുക എന്നതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കടമ്പയായിട്ട് നിൽക്കുന്നത്. എന്നിരുന്നാലും സാമ്പത്തിക ബാധ്യത കുറച്ചു കൊണ്ടുവരുന്ന ജർമ്മൻ സർക്കാരിന്റെ ഈ ഒരു പുതിയ പദ്ധതിക്ക് എല്ലാവിധ പിന്തുണയും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ചിലവിൽ ലൈസൻസ് സ്വന്തമാക്കാൻ ഇത് വഴി തുറക്കുന്ന ഒരു കാര്യമായി ഞങ്ങൾ കരുതുന്നു. പ്രത്യേകിച്ച് ഞങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ കാര്യങ്ങൾ എപ്പോഴും ഞങ്ങൾ മാത്രമാണ് ജർമ്മനിയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുകയാണ്. ഇതൊരു തള്ളലൊന്നുമല്ല. കഴിഞ്ഞ 26 വർഷമായിട്ട് പത്രപ്രവർത്തനം നടത്തുന്ന ഒരാളെന്ന നിലയിൽ ജർമ്മനിയിലെ എല്ലാ കാര്യങ്ങളും, യൂറോപ്പിലെ എല്ലാ കാര്യങ്ങളും ഞാനാണ്, അല്ലെങ്കിൽ ഞങ്ങളാണ്, പ്രവാസി ഓൺലൈനാണ് ഇത് മറ്റുള്ളവരെ അറിയിക്കുന്നത്. അത് മലയാളത്തിൽ കേട്ടോ, ജർമ്മൻ ഭാഷയിലല്ല, മലയാളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും സ്വന്തമായിട്ടുള്ള ഞങ്ങളുടെ പ്രവാസി ഓൺലൈൻ മാധ്യമത്തിലും ഒക്കെ തന്നെ പ്രസിദ്ധീകരിക്കുന്ന ഒരു കാര്യം ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ്. തള്ളലൊന്നുമല്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇനി അതുമായി ഞങ്ങളെ ട്രോൾ ചെയ്യാൻ വന്നാലും പ്രശ്നമില്ല. ട്രോൾ ചെയ്ത് തള്ളുക മാത്രമേ നിങ്ങളുടെ പ്രവൃത്തിയുള്ളൂ. ഞങ്ങളെ അത് ബാധിക്കില്ല. എല്ലാവർക്കും ഈ ഒരു തരത്തിൽ പുതിയ സംവിധാനത്തിലൂടെ ഫ്യൂറൽ ഷൈൻ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നല്ലൊരു വാഹനം വാങ്ങുക, പ്രത്യേകിച്ച് ഇലക്ട്രിക് കാറുകൾ വാങ്ങുക. അതാണ് ഏറ്റവും നല്ലത്. അത് ഭാവിയിൽ നന്നായിട്ട് നമുക്കൊക്കെ തന്നെ അതിന്റെ സുഖം മനസ്സിലാകും. ഞങ്ങൾ കഴിഞ്ഞ 3 വർഷത്തിലധികമായി, 4 വർഷത്തിലധികമായി കറണ്ട് ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കത് നന്നായിട്ട് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ എല്ലാവരും കഴിയുന്ന സാമ്പത്തിക സാഹചര്യം അനുസരിച്ച് അത് പ്രയോഗിക്കുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും ഗുഡ് എഫേർട്ട്. നന്ദി, നമസ്കാരം.